ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഉദ്ദേശവും അതിലൂടെ ലഭിക്കുന്ന കിരീടങ്ങളുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഉദ്ദേശം ഒന്നാമതായി തനിക്കുള്ളവരെ തന്നോട് ചേർത്ത് താൻ ഇരിക്കുന്നിടത്ത് ഇരുത്തേണ്ടതിന് അവൻ വീണ്ടും വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യവും യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരിക്കൽ സെബെദി മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം യേശു കർത്താവിനോട് ആവശ്യപ്പെട്ടു, കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ മറുപടി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യം, എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് യേശു പറഞ്ഞു. രണ്ടാമത്തെ ഉദ്ദേശം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ അവൻ വരുന്നു. അത് കാണുന്നത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിലാണ്. മൂന്നാമത്തെ ഉദ്ദേശം പ്രതിഫലം കൊടുപ്പാൻ അവൻ വരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യവും 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യവും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് പ്രതിഫലം കൊടുപ്പാനാണെന്ന്. പ്രതിഫലം കൊടുക്കുന്നത് കിരീടങ്ങളായിട്ടാണ് നൽകപ്പെടുന്നത്. ഏതൊക്കെ കിരീടങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വാടാത്ത കിരീടമെന്ന് കാണുന്നു. വാടാത്ത കിരീടം പഴയ മനുഷ്യൻ്റെ മേൽ വിജയം നേടിയവർക്ക് ലഭിക്കുന്ന കിരീടമാണ് വാടാത്ത കിരീടം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതോ കഴിഞ്ഞു പോയി എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കിരീടം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ജീവ കിരീടമെന്ന് കാണുന്നു. പരീക്ഷ സഹിക്കുന്നവർക്കും വിജയിക്കുന്നവർക്കും ലഭിക്കുന്ന കിരീടമാണ് ജീവ കിരീടം. മൂന്നാമതായിട്ട് ലഭിക്കുന്ന കിരീടം 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ പ്രശംസാ കിരീടമെന്ന് കാണുന്നു. ഈ പ്രശംസാ കിരീടം ലഭിക്കുന്നത് ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടി നൽകുന്ന കിരീടമാണ്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുന്നവരെ, ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. നാലാമത്തെ കിരീടം നീതിയുടെ കിരീടമാണ്. 2 തിമോത്തി 4:8 വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്ക് ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. 5-ാമത്തെ കിരീടം തേജസ്സിൻ്റെ കിരീടമാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുന്നവർക്ക്, ഇടയപരിപാലനത്തിൽ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് തേജസ്സിൻ്റെ കിരീടം. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കിരീടങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.